രാഷ്ട്രീയ തലത്തിൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറികളൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം MP ആയിട്ടുള്ള ശശി തരൂരിൻ്റെ ഒരു മനം മാറ്റം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കോൺഗ്രസ് മടുത്തുകൊണ്ട് ശശി തരൂർ കോൺഗ്രസ് വിടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ആ വാർത്തകൾ ശശി തരൂർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ് വിട്ടുകഴിഞ്ഞാൽ ശശി തരൂർ LDFിലേക്കാണോ പോകുന്നത്, ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ദുബായിൽ ശശി തരൂർ ചെന്നപ്പോഴത്തേക്കും ഇടതുപക്ഷ ചായ്വുള്ള വ്യവസായിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള വാർത്തകളൊക്കെ തന്നെ നിലവിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിലൊക്കെ തന്നെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? ശശി തരൂർ ഇടതുപക്ഷത്തിലേക്ക് ചാടുമോ, കോൺഗ്രസ് വിടുമോ? ഇതിൽ ഏറ്റവും കൂടുതൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിനെ പോലെ ഒരാൾ അധിക നാൾ കോൺഗ്രസിൽ വാഴാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് എന്ന കാര്യം നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശശി തരൂർ കുറച്ച് നാളുകളായിട്ട് അവഗണനകൾ ഒരുപാട് നേടുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെയും. അതോടൊപ്പം തന്നെ ശശി തരൂരിന് അതിന് നല്ല രീതിക്ക് തന്നെ തിരിച്ചടിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിരുന്നു. അതായത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലും ശശി തരൂർ ഒരുപാട് നിലപാടുകൾ കേന്ദ്രത്തിനെ അനുകൂലിച്ചുകൊണ്ടും ശശി തരൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും കോൺഗ്രസും ശശി തരൂരും രണ്ട് തട്ടിലായി മാറി എന്നുള്ളത് വ്യക്തം തന്നെയാണ്. ഇത് അധിക നാൾ ഓടില്ല എന്നുള്ളതും വ്യക്തമായിരുന്നു. അതിനുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും. അതായത് കോൺഗ്രസ് എന്തായാലും ശശി തരൂർ വിടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതെന്ന് പറയാം. അത് എപ്പോഴാണ്, എത്ര നാൾ പോകും എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം. എന്നാൽ ഇപ്പോൾ അതിനൊരു ഉത്തരം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ആ ചാട്ടം അത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അത് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിലേക്ക് ആകുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം തുറന്നു പറയണം. അതായത് ശശി തരൂരിനെ പോലെ ഉള്ള ഒരു വ്യക്തി കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി വിട്ടിട്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ഒരു തമാശ രൂപേണ കാണേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതൊരു തമാശ രീതിയിൽ ആയി മാറുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിനെക്കാട്ടിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം വളരെ വലിയ തോതിൽ ദയനീയ അവസ്ഥയിലോട്ട് കൂപ്പുകുത്തി പോകുന്ന തരത്തിലോട്ടുള്ള ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ആകെ ഉള്ളതെന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ്. ആ കേരളത്തിലെ നിലവിലത്തെ അവസ്ഥയും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം എന്താകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചിയിലേക്ക് ശശി തരൂരിനെ പോലെ ഒരാൾ പോയിട്ട് എന്താണ് ഉപയോഗം, അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആനമണ്ടത്തരം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. സപ്പോസ് അങ്ങനെ ഉണ്ടായാൽ അത് ശശി തരൂര് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയൊരു ആനമണ്ടത്തരമായിട്ട് എല്ലാവരും കാണൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒരു കാര്യം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് കോൺഗ്രസിൽ തുടർന്നാലും ശശി തരൂർ കോൺഗ്രസ് വിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ശശി തരൂർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം നിലവിലത്തെ സാഹചര്യം നമുക്കറിയാം. ശശി തരൂര് ഇടതുപക്ഷത്തെ അല്ല, ശശി തരൂർ കൂടുതലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് BJP ആണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് മോദിയൊക്കെ തന്നെ ശശി തരൂർ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള ഭിന്നത ഉണ്ടായിട്ടുണ്ട് ശശി തരൂരിനെതിരെ എന്നുള്ളതും വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലൊരാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് ഉറപ്പായിട്ടും BJPയിലേക്ക് പോയാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് 100% വ്യക്തമാണ്. അതിൽ ഈ പറയുന്ന തരത്തിൽ ആർക്കും തന്നെ സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ശശി തരൂരിനെ പോലെ ഒരാൾ BJPയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പല തരത്തിലുമുള്ള സ്ഥാനങ്ങൾ ശശി തരൂരിനെ പോലെ കഴിവും ബുദ്ധിയുമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേന്ദ്ര തലത്തിൽ തന്നെ ശശി തരൂരിന് അർഹിക്കുന്ന സ്ഥാനങ്ങൾ ലഭിക്കുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുമ്പോഴത്തേക്കും ശശി തരൂര് എന്തിന് ഈ ഒരു തരത്തിൽ ഇടതുപക്ഷത്തിലേക്ക് പോയി തൻ്റെ കുഴി താൻ തന്നെ തോണ്ടണമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു
മണ്ടത്തരം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് കോൺഗ്രസ് ശശി തരൂർ ഉറപ്പായിട്ടും വിടുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിലേക്കല്ല, അത് BJPയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ പോയാൽ മാത്രമേ ശശി തരൂരിന് നേട്ടമുള്ളൂ. ഇനിയുള്ള രാഷ്ട്രീയ കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനെങ്കിലും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇടതുപക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുമോ, അതല്ല ഭരണം തെറിക്കുമോ, ആകപ്പാടെയുള്ള കേരളവും കൂടി നഷ്ടപ്പെടുമോ എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക്, കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ശശി തരൂരിനെ പോലെ ഒരാൾ ചെന്നെത്തിക്കഴിഞ്ഞാൽ എന്ത് സ്ഥാനമാണ് ശശി തരൂരിന് അവിടെ ലഭിക്കുക? അടുത്ത തവണ ഭരണം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ LDF എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവിൽ നിലനിൽക്കുമ്പോഴത്തേക്കും, ഭരണം കിട്ടുമോ കിട്ടില്ലേ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും കേരളത്തിലും നേട്ടമില്ല, കേന്ദ്രത്തിലും നേട്ടമില്ലാത്ത ഒരു തരത്തിൽ കോൺഗ്രസ് പോലൊരു പാർട്ടി വിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയമായി ചിന്തിക്കാനായിട്ടും ബുദ്ധിപരമായി ഓരോ നീക്കങ്ങൾ നടത്താനായിട്ടും കഴിവുള്ള ശശി തരൂരിനെ പോലൊരാള്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. അഥവാ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശശി തരൂരിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും കോൺഗ്രസ് വിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് പോകുന്നത്. അതേസമയം ശശി തരൂർ എടുക്കുന്ന തീരുമാനം അന്തിമഘട്ടത്തിൽ ഒരു ട്വിസ്റ്റ് നിറഞ്ഞതാണെങ്കിൽ, ഈ പറയുന്ന തരത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ശശി തരൂർ BJPയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ പോലും ചർച്ചകൾ ഉടനീളം നിന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ശശി തരൂർ BJPയിലേക്ക് പോകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ അതിൽ ശശി തരൂരിനെ പോലൊരു നേതാവിന് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും അപ്രതീക്ഷിത സ്ഥാനങ്ങൾ ശശി തരൂരിനെ തേടിയെത്തുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിന്റെ ഒരു അന്തിമ തീരുമാനം ശശി തരൂർ തന്നെ വേണം പറയാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശശി തരൂർ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് പോലും ശശി തരൂരിനെ ശാന്തനാക്കാനുള്ള വകുപ്പുകളൊക്കെ തന്നെ നോക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അന്തിമഘട്ടത്തിൽ ശശി തരൂർ രണ്ടും കൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ഏതു പാർട്ടിയിലേക്ക് തന്നെയാവും, അത് ഇടതിലേക്കായിരിക്കുമോ, അതല്ല ഈ പറയുന്ന രീതിയിൽ അവസാനം ഒരു ട്വിസ്റ്റായിട്ട് അത് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.